മഞ്ഞ് പോടാ. എത്ര പെട്ടെന്നാണ് സീനറി മാറി മാറിയത്. പൊന്മുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്മുടിയെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. നമ്മളെ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും തന്നെ പൊന്മുടിയെപ്പറ്റി അറിയാം. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 47 കിലോമീറ്റർ മാറി ബിദിരിൽ നിന്നും ഏകദേശം ഒരു 23 കിലോമീറ്ററാണ് പൊന്മുടിയിലേക്ക്. പൊന്മുടിയുടെ കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഏത് സമയത്ത് പൊന്മുടി പോയാലും പൊന്മുടി എപ്പോഴും സുന്ദരിയാണ്. കല്ലാറിൽ നിന്നും ഏകദേശം ഒരു 22 ഹെയർ പിന്നുണ്ട് പൊന്മുടിയിലേക്ക്. അതിലൊരു 18 ഹെയർ പിന്നാകുമ്പോൾ തന്നെ കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പൊന്മുടിയുടെ പീക്ക് പോയിൻ്റ്. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. സ്വന്തമായിട്ട് വണ്ടിയില്ലെങ്കിലും നമുക്ക് ബസ്സിൽ വരാനുള്ളൊരു ഓപ്ഷനും പൊന്മുടിയിലേക്കുണ്ട്. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും പൊന്മുടി വരെ ഡയറക്റ്റ് ബസ്സുണ്ട്. പൊന്മുടിയെപ്പറ്റി പറയാനാണെങ്കിൽ പൊന്മുടി പറയുന്നതിനേക്കാളും നല്ലത് അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ സമയത്ത് ഓരോ ക്ലൈമറ്റാണ്. ചിലപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കോടമഞ്ഞ് ഈ ആരെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മഞ്ഞായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഫുള്ള് ക്ലിയർ ആവും, സാധാ നോർമലാവും. പിന്നെ വീണ്ടും അതേ സിറ്റുവേഷൻ. അങ്ങനെയാണ് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി. പിന്നെ ഈ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമില്ലേ, ഇതിൻ്റെ ടവറാണ്. ഈ ഒരു സ്ഥലമാണ് പൊന്മുടിയുടെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. അവിടെ ഒന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. അതാണ് എൻ്റെ പൊന്നെ വേറെ ലെവൽ. മുൻപായിരുന്നെങ്കിൽ ടവറിൽ കയറ്റി വരുന്നു. ഇപ്പം കയറാനുള്ള പെർമിഷനൊന്നുമില്ല, അവിടെ കെട്ടി അടച്ചിട്ടുണ്ട്. ഈ ഒരു ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അവിടെ നിന്നൊരു വ്യൂ എപ്പോഴും നല്ല കാറ്റാണ്. ഈ സ്ഥലത്ത് മാത്രമേ നല്ല കാറ്റുള്ളൂ എപ്പോഴും. അവിടെ നിന്ന് കണ്ടുവിടാ. മഞ്ഞ് പോടാ. ഇതിപ്പോൾ 2 മിനിറ്റ് കണ്ട അതേ സീനറിയാണ്. എത്ര പെട്ടെന്നാണ് സീനറി മാറി മാറിയത്. ഇപ്പൊ കയറി വരും. പറഞ്ഞോളൂ.